ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ആപ്പെക്സ് ഗൈസ്. അപ്പം നമ്മൾ ഇന്നലെ ദൃശ്യത്തിന് റിവ്യൂ പറഞ്ഞു. ഞാൻ പറഞ്ഞിരുന്നു ഇന്ന് കാട്ടാളൻ്റെ റിവ്യൂ എന്തായാലും പറഞ്ഞിരിക്കുന്നു. 12 മണിക്കുള്ള ഷോയ്ക്കാണ് ഞാൻ പോയത്. അതായത് ഫസ്റ്റ് ഷോ, സെക്കൻഡ് ഷോ. സെക്കൻഡ് ഷോ അങ്ങനെ, സെക്കൻഡ് ഷോ സാധാരണ രാത്രിയാണ് പറയുന്നത്. സോറി, 9 മണിക്കുള്ള ഷോയാണ് ഫസ്റ്റ് ഷോ. അതിനുശേഷം ഉള്ളതാണ് 12 മണിക്കുള്ള ഷോയ്ക്കാണ് ഞാൻ പോയത്. സിനിമ എന്ന് പറയാനാണെങ്കിൽ പോൾ ജോർജാണ് ഡയറക്ടർ, പിന്നെ ഷരീഫ് മുഹമ്മദാണ് പ്രൊഡ്യൂസർ. അറിയാലോ. അതിൻ്റെ തന്നെ മ്യൂസിക് കമ്പോസർ രവി ബസൂറാണ്. പിന്നെ ആരാ, പെപ്പെ നായകൻ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ആരൊക്കെ, ജഗദീഷ്, പിന്നെ മറ്റേ ജഗതി, പിന്നെ മറ്റേ ആരാ, ജോൺസ്, അവരൊക്കെ കുറെ ആൾക്കാരുണ്ട്. ഞാൻ അറിയാലോ. ഇവിടെ കേരളത്തിലുള്ള ആൾക്കാർ മാത്രമല്ല, കുറെ ആൾക്കാരുണ്ട് വെളിയിൽ നിന്നും എല്ലായിടത്തും. മൈക്ക് ഈ സൗണ്ട് കേൾക്കാമോ എന്ന് അറിയില്ല. ഹലോ, കേൾക്കാല്ലേ? ഓക്കെ. അപ്പം ഈ സിനിമ എന്ന് പറയുമ്പം മാർക്കോ വഴി കണക്കിടാണോ എന്നൊന്നും പറയാനൊരു സാധനം ഇല്ല അതിൻ്റെ അകത്ത്. പിന്നെ ഈ ഉണ്ണിമുതൽ ഇല്ല നേരത്തെ പറഞ്ഞുണ്ടായിരുന്നു. അതിന്റെ തന്നെ പക്ഷെ ഈ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൾക്കാർ ഈ കാട്ടപരാധമാണ് എന്നൊന്നും പറയുന്ന അതിനത്രയൊന്നും എനിക്ക് തോന്നുന്നില്ല കാര്യം. ബട്ട് ഒരു ആക്ഷൻ പടമാണ്. അതായത് മാർക്കോ ആയിട്ട് കണക്ഷൻ ഇല്ല ഈ പടത്തിന് എന്നാണ് എന്റെ ഒരു അഭിപ്രായം വെച്ച്. ബട്ട് മാർക്കോ ആയിട്ട് എനിക്ക് മൈക്ക് പോയി. മാർക്കോ ആയിട്ട് ഇതിനൊരു ബന്ധം ഉണ്ടോ എന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല. ഞാൻ പറയുന്നില്ല ഇല്ല, ഞാൻ പറയാം ഇല്ല. ബട്ട് മാർക്കോ ആയിട്ട് ഈ മാർക്കോ വെച്ച് കമ്പയർ ചെയ്യണമെങ്കിൽ ഈ സിനിമ പോരാ. കാര്യം മാർക്കോ എന്ന് പറയുമ്പോഴത്തേക്കും കഥയുണ്ട്, നമുക്ക് കണ്ടിരിക്കാനുള്ള ഒരു പ്ലോട്ട് ഉണ്ട്, നല്ലൊരു വയലൻസും എല്ലാ സാധനവും. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇതൊരുമാതിരി എന്താണ്, ആർക്കും അത്ര റോളില്ല, അതായത് ഒരു ഹൈപ്പ് ഇല്ല. ഒരു സിനിമ സിനിമയ്ക്ക് ഹൈപ്പ് ഉണ്ടായിരുന്നു കാണാൻ. ബട്ട് സിനിമ ഒരു ആയ ഒരു സിനിമയാണ്. കാര്യം നമുക്ക് ഇതില്ല, എന്താണ് ഒരു ഹൈപ്പ് വെച്ചാൽ പെപ്പയ്ക്ക് ഹൈപ്പില്ല, വേറെ ആർക്കും ഹൈപ്പില്ല. പിന്നെ ഹൈപ്പ് ക്യാമിയോയ്ക്ക് ഉണ്ടായിരുന്നു. അത് പക്ഷെ ക്യാമിക്ക് ആ ഹൈപ്പ് കിട്ടി. ഞാൻ കണ്ട ഓഡിയൻസ് പോലെ ആര് വന്നാലും ഒരു അനക്കമില്ലാത്ത ഓഡിയൻസ്. ആന വന്നാൽ ആ സിനിമയിൽ നിന്ന് ആന ഇറങ്ങി വന്നാൽ പോലും അനങ്ങാൻ നോക്കിയിരിക്കും. ആന അവിടെ ചെമ്മിപ്പോവും. അത്രയ്ക്കും മഴക്ക ഓഡിയൻസാണ് നമുക്ക് കിട്ടിയത്. കുറെ പേര് അതാണ് പറഞ്ഞത്. നമുക്ക് അടുത്തുള്ള തിയേറ്റർ ഉണ്ട്, ഏരിയസ് പ്ലസ്. അവിടെ അടിപൊളി ഓഡിയൻസ്, അടിപൊളിയാണ് വിചാരിച്ചത്. അവിടുത്തെ ഓഡിയൻസും സെയിം എന്നാണ് ഞാൻ അറിഞ്ഞത്. അയ്യോ, എന്തായാലും സിനിമയുടെ കാര്യം പറയുകയാണെങ്കിൽ സിനിമ നിങ്ങൾക്ക് ഈ ഇടി അടി അതൊക്കെ വേണമെങ്കിൽ പോയി കണ്ടോ. ഈ രവി ബസുള്ള മ്യൂസിക് പ്ലേസ്മെന്റ്, പിന്നെ അവരുടെ എഡിറ്റിംഗ്, ആ സാധനങ്ങളൊക്കെ ഉള്ള കാര്യം പറഞ്ഞു. ആനയുടെ കാര്യങ്ങൾ അതൊക്കെ ഫുള്ളി ആക്ഷൻ പടം എന്ന് പറയണം. വാ തുറന്ന ആക്ഷൻ പടം എന്ന് പറയണമെങ്കിൽ ഇത് പോയി കണ്ടോ, ഒരു കുഴപ്പമില്ല. അല്ലാതെ മറിച്ച് സിനിമയ്ക്ക് കഥ, ആക്ഷൻ അത് എല്ലാം കൂടെ ഇതാണെങ്കിൽ നടക്കൂല. ആക്ഷൻ പടം മാത്രം, പക്ക ആക്ഷൻ പടം. പിന്നെ കൊള്ളാം. പെപ്പയുടെ ഒരു ഡയലോഗ്സും പിന്നെ പെപ്പയുടെ ലുക്കായാലും പെപ്പയുടെ ഫൈറ്റ് ആയാലും അതൊക്കെ കുഴപ്പമില്ല, കൊള്ളാം. പക്ഷെ നമ്മൾ വേറെ രീതി ഉദ്ദേശിക്കുന്ന രീതിയിലാണെങ്കിൽ ഈ പടം കിട്ടത്തില്ല. ബട്ട് എന്തുകൊണ്ടും കൊള്ളാൻ ഒരു പടമാണ്. പിന്നെ എടുത്തടിച്ച് മസ്റ്റ് വാച്ച് എന്നൊന്നും ഞാൻ പറയുന്നില്ല. ബട്ട് പടം ഈസ് ഗുഡ്, ബെറ്റർ പടമാണ്, കുറച്ച് ബെറ്റർ ആണ് പടം. അപ്പൊ നിങ്ങളത് കാര്യം ചെയ്യുക, നിങ്ങൾക്ക് ആക്ഷൻ പടം എന്ന സാധനം ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ പോവുക, പോയി കാണുക, എൻജോയ് ചെയ്യുക. എന്റെ അഭിപ്രായം വെച്ച് പറയുകയാണെങ്കിൽ ഇത് മാർക്കോലല്ല. ഈ പടം എന്റെ അഭിപ്രായം വെച്ച് പറയുകയാണെങ്കിൽ ഒന്ന് താന്നു നിന്നതാണ്. പടം കൊണ്ടു കയറിയത് ക്യാമിയോയാണ്. പിന്നെ സുനിൽ, നമുക്കറിയാലോ മറ്റേ പുഷ്പയൊക്കെ ഉണ്ടായിരുന്നേ. ആ ക്യാരക്ടറൊക്കെ അടിപൊളിയായിരുന്നു. ഒരു വലിയ ഇതിലെങ്കിലും ബോളിവുഡിനും ഹോളിവുഡൊക്കെ വെച്ച് നോക്കാം, അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ അതിനെക്കാട്ടിയും ബെറ്റർ ഇവിടെ മോളിവുഡിൽ അടിപൊളിയായിട്ടാണ് നല്ല റോൾ എടുത്തിട്ടുണ്ട്, അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ബെറ്റർ ആണ് അയാള്. അങ്ങനെ വളരെ അടിപൊളിയാണ് ഇതൊക്കെ ചെയ്തത്. പക്ഷെ കാട്ടാളൻ എന്നൊരു സിനിമ മാർക്കോ റെഫറൻസ് എടുക്കണ്ടായിരുന്നു. അപ്പൊ മാർക്കോ ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടെങ്കിൽ പിന്നെ അത് മതിയായിരുന്നു. കാര്യം ഈ ഒരു ഇത് വേണ്ടായിരുന്നു. എന്താ, കാട്ടാളൻ സിനിമ വേണ്ട, എന്നൊക്കെ വെറും ഒരു ആക്ഷൻ പടം. പിന്നെ എനിക്ക് തോന്നി മറ്റേ ഇതുണ്ടായിരുന്നല്ലോ നമ്മളെ, അയ്യോ പേരെന്താ, അഡാറ്റ് ജോർജ്, മറ്റേ ഏതാ
മാർക്കോ അല്ല സിദ്ദിഖ്, ആ ക്യാരക്ടർ, ആ ഒറ്റ ക്യാരക്ടർ വന്നു പോയി, അത്രേ ഉള്ളൂ. അതിലൊരു മാർക്കോ കണക്ട് എന്താണ് വന്നത് എനിക്കല്ല. ആ ഒരു കണക്റ്റാണ് മാർക്കോ ഉള്ളത്. അല്ലാതെ ഒരു കണക്റ്റും ഇല്ല ഈ സിനിമയ്ക്ക് മാർക്കോ ആയിട്ട്. ഇനിയിപ്പം മാർക്കോ പാർട്ട് 2 അഥവാ ഇറങ്ങുകയാണെങ്കിൽ തന്നെ അതിലും ഈ കാട്ടാളായിട്ട് കണക്ട് ഉണ്ടെങ്കിലേ ഉള്ളൂ, അല്ലാതെ ഒരു കണക്റ്റും ഇല്ല ഇത്. ഇനി മാർക്കോ എന്താവും അറിഞ്ഞൂടാ, അത് ദൈവത്തിനായിരിക്കും, ദൈവം നമ്പുരാൻ അറിയാം. അയ്യോ എന്റെ പൊന്നോ, എന്തൊക്കെയാണ് ചെയ്ത് വച്ചിരിക്കുന്നത്, ഞാൻ എന്ത് പറയാനാണ് ഇതിനൊക്കെ. കൊള്ളാം, അടിപൊളി. അയ്യോ എന്റെ പൊന്നോ, ആക്ഷൻ പടം വെച്ച് ഞാൻ ഈ ഏറെയൊക്കെ മൂവി അല്ലേ, അപ്പൊ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷയൊക്കെ പണ്ടേ പോയതാണ്, കൂലി കണ്ടപ്പോഴേ പോയതാണ് ഏറെയൊക്കെ മൂവി. പിന്നെ ഏറെയൊക്കെ മൂവിക്ക് ആഹാ പ്രതീക്ഷ കിട്ടിയ സിനിമാസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയസ് കുറച്ചൊക്കെ പേടിക്കാനുള്ള ഒരു ഇതുള്ളൂ. പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് ദുരന്തം ഏറെയൊക്കെ മൂവിക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് വിത്ത് ആ ഒരു സീൻ ബൈ സീൻ, ആ സോങ് എന്തൊക്കെയായിരുന്നു, അടിപൊളി അടിപൊളി സാധനമായിരുന്നു അതൊക്കെ. അതൊക്കെ വെച്ച് നോക്കണമെങ്കിൽ ഇതൊന്നും ഒന്നുമല്ല. ബട്ട് ഓളായി കറങ്ങി പറഞ്ഞ പടം കുഴപ്പമില്ല, ഒരു മാക്സിമം കണ്ടിരിക്കാം. ഒരു കുറച്ച് ഇതൊക്കെ ഉണ്ട്. കഥ എന്ന് പറഞ്ഞാൽ ഒരു ആനക്കൊമ്പ് അങ്ങനത്തെ അറിയാല്ലേ, മതി പുഷ്പയിൽ ചന്ദനം കടത്തും പോലത്തെ സാധനം, അത്രേ ഉള്ളൂ. പിന്നെ എന്താ, ഇത് കൊടുക്കാൻ ഉണ്ട് കുറച്ചൊക്കെ, സൈഡിൽ അങ്ങോട്ടും കുറച്ചൊക്കെ കൊടുക്കാൻ ഉണ്ട്, അല്ലാതെ പ്രത്യേകിച്ചൊന്നും ഇല്ല. പിന്നെ ഹനാൻഷ, ആ ട്രെയിലറിലുള്ള ഒരു ഇത് കണ്ടാണ് ഞാൻ വരുന്നത്. ആ ട്രെയിലർ, അയ്യോ ഹനാൻഷ ഉണ്ട്, അപ്പോ ഈ ക്യാരക്ടർ ഹനാൻഷയ്ക്ക് ഡയലോഗ് ഇല്ല. പെപ്പെ എന്ന് ഒരു ആന്റണി, പെപ്പയുടെ മൂവിയിലെ പേര് ആന്റണി എന്നാണ്. ആന്റണി എന്ന് വിളിക്കാൻ, ആന്റണി വിളിക്കുമല്ലോ ബാക്കിൽ നിന്ന്, ആന്റണി എന്നൊരു കാര്യം പറയാൻ പോലും വിളിക്കാനുള്ള ഡയലോഗ് പോലും ഇല്ല പെപ്പയ്ക്ക് ഇതിനകത്ത്. പിന്നെ എന്തിനാണോ പെപ്പ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടെ നടക്കാനും വെടിവെക്കാനും ചിരിക്കാനും, അത് പെപ്പയാ പോയിട്ട് ആരായാലും എങ്ങനെയായാലും എനിക്ക് അറിഞ്ഞൂടാ, നിങ്ങളെ പോയി കാണുക. എനിക്ക് അയ്യോ കൊള്ളാം. എന്തായാലും സിനിമ ഇങ്ങനെ പറയുന്ന വെച്ച് എനിക്കെന്താ ആക്ഷൻ പടം ഇഷ്ടമായി ഉള്ള കാര്യം ഞാൻ തോന്നുന്നു, സത്യം ഒരു കാര്യം പറയാം. ആക്ഷൻ പടം, അതായത് വേറെ ഒന്നും വേണ്ട, അടി ഇടി ഉള്ള കത്തി നിൽക്കണം. സത്യം പറയാം, പാട്ട് അടിപൊളിയായിരുന്നു, ആ ഓരോ ഫൈറ്റിനും എല്ലാത്തിനും ആയിട്ടാണെങ്കിലും. കഥ ഉണ്ട് വെച്ചാൽ കഥ ഉണ്ട്, ഇല്ലെന്നല്ല, പക്ഷെ ഒരു ഇമ്പാക്ട് ഇല്ല. നമ്മള് മാർക്കോ കണ്ടത്ര ഒരു ഫീല് കിട്ടുന്നില്ല, ഏറെ മൂവിക്കുള്ള ഒരു ഫീല് കിട്ടണില്ല, അത്രേ ഉള്ളൂ. ബട്ട് പിന്നെ ഫൈറ്റ് സീൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ കണ്ടുപോയതാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ്, പെപ്പ ഉള്ളതുകൊണ്ടാണ് ഫൈറ്റ് സീൻസ് കുറച്ച് ബെറ്റർ ആയത്, അല്ലാതെ പിന്നെ മറ്റേ ഡയലോഗ്സ് ഒക്കെ ഉണ്ടല്ലോ, നിങ്ങൾക്കിത് നിങ്ങൾക്കിത് ഹറാമാണെങ്കിൽ എനിക്കിത് ഹലാലാണെന്ന്, ആ ഡയലോഗ്സ് ഒക്കെ കൊള്ളായിരുന്നു, ആ സാധനമൊക്കെ സെറ്റ് ആയിരുന്നു. പിന്നെ കഥയും കൊള്ളാം, അത്ര തന്നെ. കഥ കൊള്ളൂല, കഥ പോരാ, ബട്ട് കഥ നോർമലി കഥയാണ്, അതിനെ പിന്നെ ഈ കണക്ഷൻ ചെയ്ത് എടുക്കുന്നേ ഉള്ളൂ. പിന്നെ സുനിൽ എന്ന് പറഞ്ഞ അയാൾ മാത്രം കുറച്ചും കൂടെ ബെറ്റർ ആക്കി ചെയ്തു, സുനിലിന്റെ ക്യാരക്ടർ. ഓൾറൗണ്ടായി പറയുകയാണെങ്കിൽ സിനിമ ഒരു പ്രശ്നമാണ്, പക്ഷെ കാട്ടവരാന്ന് പറയാൻ മാത്രമൊന്നും ഇല്ല. കാര്യം എന്താ, നമ്മളെ മറ്റേ എന്താണ് ഈ ആക്ഷൻ പടമൊന്നുമല്ല അതുപോലെ തന്നെ. പക്ഷെ ഒരു ഷസാം കഴിഞ്ഞ വർഷം റിവ്യൂ ഇട്ടു, അതും കണ്ടു നോക്കിയാൽ മതി. KGF ഒരു തീം സാധനം അത് നടക്കൂല, സത്യം പറയല്ല. KGF തീമിന് നടക്കുമെന്ന് തോന്നുന്നില്ല. ഷസാം സെയിം കാര്യം ഞാൻ പറയാം, KGF തീമിന് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. KGF ഡയറക്ടർ തന്നെ തിരിഞ്ഞും പറഞ്ഞു നോക്കി KGF 3 ഇറക്കാൻ, എങ്ങനെയത് പറ്റില്ല, അത് പറ്റും എന്തായാലും, പക്ഷെ ആ ഒരു തീം നടക്കൂല. KGF 3 ദിവസം ഇറങ്ങാത്ത ചുമ്മയൊന്നുമില്ല, അവര് KGF 1ഉം 2 എടുത്ത പോലെയല്ല. 1ഉം 2നും കഥ എളുപ്പത്തിൽ കിട്ടി, പക്ഷെ 3 അങ്ങനെയല്ല, കുറച്ച് പാടുപെടും. എന്തായാലും നിങ്ങൾ പോയി കണ്ടു നോക്ക്. ആക്ഷൻ പടമൊക്കെ ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ അടിപൊളിയായിട്ട് കാണാൻ പറ്റും. പിന്നെ എന്റെ റിവ്യൂ മാത്രം കാണാനിരിക്കണമെങ്കിൽ എന്റെ റിവ്യൂ മാത്രം കാണണ്ട, ഷസാമിന്റെ ബാക്കിയുള്ള റിവ്യൂ കൂടെ പോയി കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക. എന്തായാലും നന്നായി വരട്ടെ, നല്ലതാവട്ടെ. ഇതിനെക്കാട്ടി കറക്ക സിനിമ കൊള്ളാൻ ആൾക്കാർ പറയുന്നു, അതുകൂടെ പോയി നോക്കി നോക്ക്. എന്തായാലും ആവാ. ശരി, എന്തായാലും ബൈ.